ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പ് നടത്തിയ ജീവനക്കാരനെതിരെ കേസെടുത്ത് പോലീസ്. ലോട്ടറി ഡയറക്ടറേറ്റിലെ തിരിമറികളിൽ കെ സംഗീതിനെതിരെ കേസെടുത്തത് 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി. ജീവനക്കാരുടെ ശമ്പള അപേക്ഷയിൽ സംഗീത് തീർപ്പ് കൽപ്പിച്ചതടക്കം എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഉള്ളത്. 5 വർഷം കൊണ്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നും 4 കോടിയോളം രൂപ തട്ടിയെടുത്തു. കൂടുതൽ പണം നഷ്ടമായോ എന്നറിയാൻ ക്ഷേമനിധി ബോർഡ് ഓഡിറ്റിംഗ് നടത്തും. ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് കെ സംഗീതിനെതിരെ പോലീസ് കേസെടുത്തത് ലോട്ടറി ഡയറക്ടറേറ്റിൽ നടത്തിയ തിരിമറികളിൽ. ഡയറക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ടിന്റെ പരാതിയിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും ചുമത്തി. ഡയറക്ടറേറ്റിൽ ജോലി ചെയ്ത കാലത്ത് പല ജീവനക്കാരുടെയും ശമ്പളം, അവധി, പ്രൊബേഷൻ അപേക്ഷകൾ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സംഗീത് തീർപ്പാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിനായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ വ്യാജമായി സൃഷ്ടിച്ചു. ക്യാൻസർ രോഗിയെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 94 ദിവസം അവധി നേടിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ സംഗീതും മറ്റുള്ളവരും നടത്തിയ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 2014 മുതൽ 2019 വരെയുള്ള 5 വർഷക്കാലം കൊണ്ട് 4 കോടിയോളം രൂപയാണ് സംഗീത് തട്ടിയെടുത്തത്. തട്ടിപ്പ് നടത്താൻ ക്യാഷ് ബുക്കിലും ചെക്ക് രജിസ്റ്ററിലും കൃത്രിമത്വം വരുത്തി. 52 ചെക്കുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ക്യാഷ് ബുക്ക്, ചെക്ക് രജിസ്റ്റർ പരിശോധനകളിൽ അന്നത്തെ സൂപ്പർവൈസറി ഓഫീസറും വെൽഫെയർ ഓഫീസറും വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ. ചെക്കിനും രജിസ്റ്റർ ബുക്ക് മെയിൻ ചെയ്തിട്ടില്ല. ഏതാണ്ട് 52ഓളം വരുന്ന ചെക്കുകൾ നമ്മുടെ ചെക്കിൻ്റെ രജിസ്റ്റർ ബുക്കിലില്ല, കണ്ടിട്ടില്ല. ആ ചെക്കുകളാണ് പുറത്ത് പണമായി മാറിയിട്ടുള്ളത്. ചെക്ക് മെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഒരു ചെക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് ഇന്ന ആവശ്യത്തിനാണ് ഇത്ര രൂപയ്ക്ക് വേണ്ടി എടുത്തതെന്ന് ചെക്ക് ബുക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെയൊന്നും ഈ പോയ ചെക്കുകളൊന്നും, ഈ ക്യാഷ് മാറിയ ചെക്കുകളോ ട്രാൻസ്ഫർ ചെയ്ത ചെക്കുകളോ ഒന്നും ഈ പറയപ്പെടുന്ന ചെക്ക് രജിസ്റ്റർ ബുക്കിൽ എഴുതിയിട്ടോ യാതൊരു രേഖയുമില്ല. ഈ എടുത്ത ക്യാഷുകളും ഈ പോയ പൈസകളും ഒന്നും ക്യാഷ് ബുക്കിൽ മെയിൻ ചെയ്തിട്ടുമില്ല, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. കൂടുതൽ പണം നഷ്ടമായോ എന്നറിയാൻ ഓഡിറ്റിംഗ് നടത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ തീരുമാനമായി. 2009 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് ശ്രമം. അക്കൗണ്ട്സ് പരിശോധനയ്ക്കുള്ള അവകാശം ബോർഡിനും വേണമെന്നും യോഗം ശുപാർശ ചെയ്തു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.